പോവുകയാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങൾ ഇന്നൊന്ന് പുറത്തു പോകാട്ടോ. ഞാനുണ്ട്, അബിക്കുട്ടനുണ്ട്, പിന്നെ ഉമ്മച്ചിയുണ്ട്. സീനും കുട്ടിയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതിലൊന്നും കൊടുത്തിട്ടില്ല. ഞങ്ങൾക്കൊന്ന് ബാങ്കിൽ പോകണം. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് അടിച്ചുവരി തുടക്കണം. അവിടെ ആരുമില്ല കേട്ടോ. അവിടുത്തെ ഇമ്മ സൗദിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ കാണിക്കാം. പിന്നെ അധികം നിൽക്കേണ്ടിയൊന്നും വന്നില്ല കേട്ടോ. വേഗം തന്നെ ഒരു ഓട്ടോറിക്ഷ കിട്ടി കേട്ടോ. കാളിയാവ് പോലീസ് സ്റ്റേഷൻ്റെ അടുത്താട്ടോ കാക്കുവിൻ്റെ വീട്. അപ്പോൾ പിന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. അബേ, ഇവിടെ പോലീസ് ഉണ്ട്. ഇവിടെ ഈ വീട്ടിൽ ഇതിനുള്ളിൽ ഞങ്ങൾ പോകാൻ പറ്റില്ല. നോക്കാം പോലീസ്. ഉമ്മ ഇവിടെ അല്ല, നടക്ക്. എന്താ കേട്ടാ? അപ്പൊ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ട്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നടന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ എത്തിയിട്ടുള്ളൂ. പിന്നെ അടിച്ചു വരി തുടക്കം. അപ്പോൾ ബാങ്കിലൊന്ന് പോകണം. നമ്മുടെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകണം. അബിക്കുട്ടനവിടെ ചെന്നിട്ട് ഓരോരോ കുട്ടികൾ വരുമ്പോൾ വണ്ടി എടുക്കണം. വണ്ടി ഉണ്ട് 2-3 അവിടെ. അതും കൂട്ടിയിട്ടുണ്ട്. ആകെ പൊടി പിടിച്ചിരിക്കുക കേട്ടോ. അബിക്കുട്ടൻ വണ്ടികളൊക്കെ കളിക്കുന്നുണ്ട്. അന്ന് തെച്ച് പോയതല്ലേ. ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ആകെ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടിട്ടേ ഇത് പൂപ്പലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ മാറിട്ടോ. ഇനി വേണം. ഉമ്മച്ചി അടിച്ചു വരുന്നുണ്ട്, ഞാൻ തുടക്കാമെന്ന് പറഞ്ഞു. ഉമ്മച്ചി താഴെ അടിച്ചോരി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ചൂലിങ്ങോട്ട് തന്നല്ലേ മേലെ ഞാൻ അടിച്ചോരിക്കോളാം. നല്ല പൊടിയാളുണ്ട് കേട്ടോ അവിടെ. കാരണം കൈ കൊണ്ട് കടിച്ചെടുക്കാൻ കിട്ടൂലേ, അത്ര പൊടിയാളുണ്ട്. റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ടേ ആ റോട്ടിൽ നിന്ന് ഇങ്ങനെ വണ്ടികളൊക്കെ പോകുമ്പോൾ നേരെ നല്ല പൊടിയാൾ മേലേക്ക് ഇങ്ങനെ കയറും കേട്ടോ. അടിച്ചോരി കഴിഞ്ഞ് വേഗം ഒന്ന് എല്ലായിടത്തും തുടക്കട്ടോ. അതിൻ്റെ അടിയിൽ അബിക്കുട്ടനും അവൻ്റെ വണ്ടി ഞാൻ തുടക്കുന്ന കറക്റ്റ് ചെയ്ത സ്ഥലം അവിടെ ഒന്ന് കൊടുത്ത് നോക്കണം കേട്ടോ. അതെന്നത്തെ ഒരു ഹോബിയാണ്. ഞാൻ എപ്പോൾ തുടക്കുന്ന കണ്ടാലും ചെക്കൻ വണ്ടി കൊണ്ട് വന്നിട്ട് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കും. പിന്നെ വീട്ടിൽ ചെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തത് ഫുഡ് ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ വേഗം കഴിച്ചു. പിന്നെ ഫ്രിഡ്ജിൻ്റെ ക്ലീനാക്കൽ പരിപാടിക്ക് കടന്നു കേട്ടോ. ഞാൻ ഫ്രിഡ്ജാക്ക് പൂപ്പലും കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് അതിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് നല്ലോണം കേക്കിട്ടോ. പിന്നെ അതൊക്കെ നല്ലോണം ക്ലീൻ ആക്കിട്ടോ. പിന്നെ എല്ലാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ അപ്പുറത്തെ കാക്കാൻ്റെ ഓട്ടോറിക്ഷയും കിട്ടിട്ടോ. പിന്നെ നേരെ നമ്മൾ ബാങ്കിക്ക് വിട്ടു കേട്ടോ. പിന്നെ വേഗം പോയിട്ട് ബാങ്കിലത്തെ ലോണൊക്കെ അടിച്ച് പോന്നു കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു പയമ്പൂരിൻ്റെ കട്ടുണ്ട്. അത് കണ്ടപ്പോൾ തൊട്ട് പയമ്പൂരി വേണം പറഞ്ഞിട്ട് തൂക്കി കൊണ്ടുപോകാൻ. ഓൻ പോകണണ്ട് എനിക്ക് തന്നെ ചെറിയുന്നുണ്ട്. അതിലെന്താ അബിയെ ഇങ്ങോട്ട് തിരിഞ്ഞ ഇനി നടന്നു. പിന്നെ ബസ്സൊക്കെ കിട്ടി. ബസ്സിൽ കയറിയപ്പോൾ തൊട്ട് അബിക്കുട്ടൻ ഭയങ്കര ഉറക്കട്ടോ. നമ്മൾ മില്ലുംപടി എത്തിയിട്ടുണ്ട്. മില്ലുംപടി ആട്ടോ എൻ്റെ വീട് കേരള. അപ്പോൾ അവിടെ നിന്ന് കുഞ്ഞമ്മക്കാൻ്റെ വീടിൽ നിന്ന് ഒരു ഫ്രൂട്ടൊക്കെ സെറ്റാക്കിട്ടോ. പിന്നെ നേരെ ഇതുക്കുട്ടൻ്റെ ബസ് വന്നിട്ടോ. നമ്മൾ വീട്ടിലേക്ക് പോയില്ല, ഇതുക്കുട്ടനെ കൊണ്ടുവരാനുള്ള നേരമായിരുന്നു. അപ്പോൾ ഓനും കൂടെ കൊടുന്നിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് കരുതിട്ടോ. പിന്നെ ഇതുക്കുട്ടൻ്റെ ബസ് വന്നപ്പോൾ ഉറങ്ങിയ ആൾ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിയ ഫ്രൂട്ടൊക്കെ ഓല് രണ്ടാളും കൊണ്ടുപോയിട്ടോ. ഓല് രണ്ടാളും ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ. പിന്നെ ഇതുക്കുട്ടൻ്റെ ബാഗ് കണ്ടപ്പോൾ തന്നെ അബിക്കുട്ടൻ അതിടണം. അബിക്കുട്ടൻ്റെ ബാഗ് കണ്ടാൽ പിന്നെ എനിക്ക് സ്കൂളിൽ പോകണം പറഞ്ഞെടുക്കുന്ന സാധനം കേട്ടോ. ഓന് ഭയങ്കര ഇഷ്ടമാണ് ബാഗൊക്കെ ഇട്ട് പോകേണ്ട കാലത്ത് പോകുമെന്ന് എന്താവോ, അത് വേറെ കാര്യം. ഒന്ന് തിരിഞ്ഞാ ബാഗൊക്കെ തിരിഞ്ഞാ അമ്മ കാണട്ടെ. എല്ലാവരും സ്കൂൾ ബാഗാണ് തോളിലിടല്. പക്ഷെ എൻ്റെ കുട്ടി നേരെ മറിച്ചാൽ ലഞ്ച് ബോക്സിൻ്റെ ബാഗാണ് ഇങ്ങനെ തോളിലിടുക. ആരാ ബംഗാളി കുട്ടിയാ? അപ്പോൾ ഞങ്ങൾ പെരീക്കില്ല വഴിക്കൂടെ ഇങ്ങനെ നടക്കുകയാണ്. ഇനി ആ കുന്ന് കയറണം. അപ്പം ഞാൻ കുന്ന് കയറി അവിടെ എത്തട്ടെ. വെജ്ജ ഇങ്ങോട്ട് പെരീത്തെ വിശേഷങ്ങളും കാണിച്ചു വെച്ച ഇന്ന് തന്നെ നല്ലൊരു വിശേഷങ്ങളുണ്ടല്ലോ. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ. ടാറ്റ. അയ്യോ.